മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് നല്ലൊരു തീപ്പൊള്ളലിനൊക്കെ തേക്കുന്ന ഒരു മരുന്നുണ്ടാക്കാം. എന്താ കൊണ്ടാന്ന് അറിയണ്ടേ? ഉണ്ടോ? തേക്കിൻ്റെ കിളുന്ന് കൊണ്ട് നമുക്കത് കണ്ടോ എണ്ണ കാച്ചാം. ചെറുതായിട്ട് അരിഞ്ഞ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയുടെ നിറം കണ്ടോ? ഏത് മുറിവിനും. കഴിഞ്ഞ മാസം എൻ്റെ കൈ കുക്കറിൽ കണ്ടോ പൊള്ളിയിട്ട്, എന്നിട്ടത് കാച്ചി തേച്ചതാണ്. ഇപ്പോഴും പാടുണ്ട്, എന്നാലും അത് തേച്ചുകൊണ്ടിരിക്കുക. കണ്ടോ, പാടും കലയെല്ലാം മാറിപ്പോവും. തീപ്പൊള്ളലിന് ഏറ്റവും നല്ല മരുന്നാണ്. കണ്ടോ, എൻ്റെ കൈ കുക്കറിൽ പൊള്ളിയതാണ് അത്. എന്നിട്ടത് ആ എണ്ണ ഇട്ടേ പിന്നെയാണ് മാറ്റം വന്നത്. നമുക്ക് അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഹാനോ കിച്ചൺ കേരളം ബൈ ശോശാമ്മ. നമുക്ക് കാച്ചാ. എണ്ണയുടെ നിറം കണ്ടോ? നല്ല രക്തം പോലെ. ഞാൻ ഇതൊരു കുക്കറിൽ പൊള്ളി കഴിഞ്ഞപ്പം ഇത് എണ്ണ കാച്ചിട്ടുകൊണ്ട് വലിയ കലയില്ലാണ്ട് മാറി. കണ്ടോ, ഇപ്പോഴും ഞാനത് തൊട്ടിട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ എണ്ണ കാച്ചുകയും ചെയ്യാം. കണ്ടോ, എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. ഹാനോ കിച്ചൺ കേരളം ബൈ ശോശാമ്മ. എൻ്റെ കിളിന്നിട്ട് കാഴ്ചതാണ്. എണ്ണയുടെ നിറം കണ്ടോ? ഇത് ഞാൻ അടുപ്പയിൽ നിന്ന് ഇത് വാങ്ങുമ്പോൾ കുക്കറിലേക്ക് തട്ടിയിട്ട് എൻ്റെ കൈ വെന്തു പോയി. കണ്ടോ, ഇപ്പോഴും ഉണ്ട് പാട്. ഞാനത് തൊട്ടിട്ടുകൊണ്ടിരിക്കുക. കണ്ടോ, നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക. നമുക്കറിയാവുന്ന മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിവിന് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. എത്ര പൊള്ളലിൻ്റെ പാടും ഒക്കെ അങ്ങ് മാറിപ്പോവും. പൊള്ളലിൻ്റേത് ഈ അലർജിയുടെ ഒക്കെ മാറും. കറുത്ത കലകളും എല്ലാം മാറും. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഹാനോ കിച്ചൺ കേരളം ബൈ ശോശാമ്മ. അതാ തേക്ക് കണ്ടോ, തേക്കിൻ്റെ ഇല കൊണ്ട് എണ്ണ കാച്ചാൽ നമുക്ക് കിളുന്നല. പിന്നെ പണ്ടുള്ളവരൊക്കെ എണ്ണ കാച്ചും, തലേ തേക്കാൻ ഇത് എണ്ണ കാച്ചുന്ന കൂട്ടത്തിൽ ഇതൊക്കെ കൂട്ടുമായിരുന്നു. ഇവിടെ വന്ന് കുറേ അമ്മച്ചിമാരൊക്കെ ഞങ്ങളുടെ പറമ്പിൽ നിന്ന് ഇത് പറിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ എണ്ണ കാച്ചാനാന്ന് പറയും ഇതിൻ്റെ കിളുന്ന്. ഇതെല്ലാത്തിനും നല്ലതാണ് കേട്ടോ. നമ്മുടെ അറിവ് മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കുക. കണ്ടോ, എണ്ണയുടെ നിറം കണ്ടോ? ഇങ്ങനെ ഇരിക്കും കാച്ചി എടുക്കുമ്പോൾ.